ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ. ഭയങ്കര ഈസി ആട്ടോ. ഈ അപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കി വരില്ലേ, അതുകൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ ആ അപ്പത്തിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാൻ കൈക്ക് 2 പിടി തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടം എന്തോരം ഇടണം. ഞാനിവിടെ 4-5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കരയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, 2 ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ പഞ്ചസാരയുടെ തരി ഒന്നും ഇല്ലാത്ത പോലെ കുറേ നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിളാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുക അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്, മസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ മധുരമൊക്കെ കഴിക്കാൻ കൊതി വരികയാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളൊരു പാത്രം എടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എണ്ണ തൂക്കി കൊടുക്കണം. എന്നിട്ട് ഈ എണ്ണ തൂകാതെ ഇത് ഒഴിക്കില്ല, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഈ മാവൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം സെറ്റായി കിട്ടും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണയൊക്കെ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ മാവ് മൊത്തം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് ഈ വട്ടയപ്പം ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പം കിട്ടിയാലും കഴിക്കും. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ അധികം ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 15 to 20 മിനിറ്റ് വെച്ചാൽ മതി. ഇത് നമ്മളെല്ലാം മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആവി കയറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. ഇതെന്ത് സോഫ്റ്റാണെന്ന് കണ്ടില്ല. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റായിട്ടാണ്. മധുരമൊക്കെ ഭയങ്കര കറക്റ്റാണ്. ഒട്ടും കൂടിയിട്ടുമില്ല, ഒട്ടും കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ, നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കും കേട്ടോ. ഒരു കടി കടിക്കുമ്പോൾ സൂപ്പർ അടിപൊളിയാട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.